കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയുമെല്ലാമായിരുന്ന രമേശ് ചെന്നിത്തല തുടക്കം കുറിച്ച സ്ഥാപനം 8 വർഷമായി ഇവിടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പടർന്ന് പന്തലിച്ച് ഏകദേശം 90-നടുത്ത വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ 22ഓളം അധ്യാപകരും അനധ്യാപകരും സേവനമനുഷ്ഠിക്കുന്നുണ്ട്. സമൂഹത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം മക്കളെന്ന് വിശേഷിപ്പിക്കുന്ന ഭിന്നശേഷിക്കാർക്ക് അവർക്ക് ഉതകുന്ന പാഠങ്ങൾ പഠിപ്പിച്ചും കൈത്തൊഴിൽ പരിശീലിപ്പിച്ചുമെല്ലാം ഈ സ്ഥാപനം ദിനംപ്രതി സുമനസ്സുകളുടെ കൈത്താങ്ങോടുകൂടി മുന്നോട്ട് പോവുകയാണ്. രമേശ് ചെന്നിത്തല ഇത്തരമൊരു സ്ഥാപനം നടത്തുന്നത്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഹരിപ്പാട് ഒരു സ്ഥാപനം നടത്തുന്നത് അധികം ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. റീൽസിൻ്റെ രാഷ്ട്രീയം നടമാടുന്ന ഈ കാലഘട്ടത്തിൽ റീൽസിലൂടെയല്ല തൻ്റെ പൊതുപ്രവർത്തനം ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തികളിലൂടെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് തെളിയിക്കുകയാണ് രമേശ് ചെന്നിത്തല. അധികമാരും അറിയാത്ത, അല്ലെങ്കിൽ റീൽസിലൂടെയും മറ്റു പരസ്യങ്ങളിലൂടെയും പബ്ലിസിറ്റി ഇല്ലാത്ത ഈ സ്ഥാപനത്തിൽ അപ്രതീക്ഷിതമായി എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ കാഴ്ച കാണാനും പകർത്താനും കഴിഞ്ഞത്. സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സ്പർശവുമായി മുന്നോട്ടു പോകുന്ന, കരുതലിൻ്റെ കൈത്താങ്ങായി കുട്ടികളെ, ഹരിപ്പാട് നിയോജക മണ്ഡലത്തിന് കീഴിലുള്ള 88ഓളം ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ അഹോരാത്രം പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങൾ നോക്കാം. പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തല ഹരിപ്പാടിനെ വികസന രംഗത്ത് ബഹുദൂരം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം ഹരിപ്പാട് സ്ഥാപിച്ചു. ഒരു നഞ്ഞാറുകുളങ്ങര TKM കോളേജ് മാത്രമായിരുന്നു മുൻപ് ഹരിപ്പാട് ഉണ്ടായിരുന്നത്. ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായി കാർത്തികപ്പള്ളി IHRD കോളേജ്, അതോടൊപ്പം തന്നെ UIT കോളേജ് കരുവാറ്റയിലും, അതോടൊപ്പം തന്നെ മുതുകുളത്തും, ഹരിപ്പാട് ഗവൺമെന്റ് IT പള്ളിപ്പാട്ട്, അങ്ങനെ ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹരിപ്പാട് കൊണ്ടുവരികയും ദൈവതുല്യനായ ശ്രീ രമേശ് ചെന്നിത്തലയെ ഈ ദൈവത്തിന്റെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ സബർമതിയിലേക്ക് ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്തു. അദ്ദേഹം ദണ്ഡി യാത്രയ്ക്ക് പോകുന്നത് അവിടെ നിന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാതെ ഞാൻ ഇനി തിരിച്ചിവിടേക്ക് വരില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നാണ് ദണ്ഡി യാത്രയ്ക്ക് പോകുന്നത്. പക്ഷെ ഗാന്ധിജി തിരിച്ചു വന്നില്ല. ഗാന്ധിജിയെ വർഗീയവാദികൾ അന്ന് വെടിവെച്ചു കൊന്നു. 47 സ്വാതന്ത്ര്യത്തിന് ശേഷം 48-ൽ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. സബർമതിയിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. ഞാൻ സബർമതി പോയിട്ടുണ്ട്. അദ്ദേഹം താമസിച്ച മുറിയിൽ, കസ്തൂർബാ ഗാന്ധി താമസിച്ച മുറിയിൽ അദ്ദേഹം നൂൽനൂറ്റ ചർക്കയിൽ നൂൽനൂക്കാനൊക്കെയുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും സബർമതി നൂറുകണക്കിന് കുട്ടികളുടെ ആശയും പ്രതീക്ഷയുമായി മാറുന്നു. അതിനുള്ള സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഹരി പത്തനാപുരം നല്ല ഒരു പ്രതിഭയാണ്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഇവിടെ വരാൻ കാണിച്ച നല്ല മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇത് പ്രസിദ്ധീകരണത്തിൽ ഞങ്ങൾ അങ്ങനെ മറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്ന പോലെ വലിയ പ്രസിദ്ധിയൊന്നും ഞങ്ങൾ കൊടുക്കാറില്ല. ഇത് അങ്ങനെ അറിയിച്ചൊരു പ്രസിദ്ധി നേടേണ്ട കാര്യമല്ല. ഇത് ഹൃദയം നിറഞ്ഞ ഓരോരുത്തരുടെയും പ്രവർത്തനമാണ് ഇതിന്റെ പിന്നിലൂടെ. അതുകൊണ്ട് ആരെയും അറിയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആരെങ്കിലും അറിഞ്ഞു വന്നാൽ ഞങ്ങൾക്ക് സന്തോഷം എന്നതിനപ്പുറം ഇതൊരു പേരും പ്രസിദ്ധിക്കും വേണ്ടിയല്ല. ഇത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ മനസ്സിന്റെ സംഗീതമാണ്, ഞങ്ങളുടെ ഹൃദയത്തിന്റെ സംഗീതമാണ്. സബർമതിയിലേക്ക് കടന്നു വന്ന ശ്രീ ഹരിപത്തനാപുരത്തെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ജയ്. ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഈ രമേശ് ചെന്നിത്തല സാർ ഇങ്ങനൊരു സ്ഥാപനം നടത്തുന്നത്. എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ആരാധനയും ബഹുമാനവും തോന്നുകയാണ്. കാരണം ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തണമെങ്കിൽ അതിനൊരു ഡെഡിക്കേഷൻ വേണം. ഈ കുട്ടികൾ നന്നാവണം എന്നൊരു ചിന്ത വേണം. ഈ ഹരിപ്പാടിന്റെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലാണ് 85ഓളം കുട്ടികൾ ഇത്തരത്തിലുണ്ട് എന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്കാണ്.
ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ എത്ര വിഷമത്തിലായിരുന്നിരിക്കണം മുമ്പ് ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത്. ഈ 8 വർഷ കാലയളവ് ഇവിടെ കുട്ടികളെ കൊണ്ടുവരികയും അവർക്ക് വേണ്ടുന്ന എല്ലാ പരിചരണങ്ങളും ഇവിടെ നൽകുകയും അവർക്ക് വേണ്ടുന്ന ആഹാരമടക്കം ഇവിടെ നിന്ന് കൊടുക്കുകയും അവരെ പരിചരിക്കുകയും അവരെ ട്രെയിൻ ചെയ്യുകയും എല്ലാ കലാപരമായും കായികപരമായിട്ടുള്ള കഴിവുകളിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നന്മ നിറഞ്ഞൊരു മനുഷ്യന്റെ ഒരു സ്ഥാപനത്തിൽ വരാൻ കഴിഞ്ഞത് എനിക്ക് ഒത്തിരി ചാരിതാർത്ഥ്യമുണ്ട്. എനിക്ക് അങ്ങനെയോട് ഞാൻ നേരത്തെ ഒരു ചെയ്യാൻ ഈ ചടങ്ങ് ധന്യമാക്കി തീർക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്ന സമാദരണീയനായ നമ്മുടെ രക്ഷാധികാരി ഹരിപ്പാടിന്റെ സ്വന്തം ശ്രീ രമേശ് ചെന്നിത്തല അവർക്ക് ഈ യോഗത്തിന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും സൗജന്യമായ ഫുഡ്, യൂണിഫോം, ട്രാവൽ എല്ലാം ഞങ്ങൾ നൽകുന്നു. ഇത് നൽകുന്നത് ഞങ്ങൾക്കിടെ കയ്യിലൊന്നുമില്ല, പക്ഷെ എല്ലാവരും സഹായിച്ചത് കൊണ്ടാണ്. പ്രിയപ്പെട്ട യൂസഫ് അലിയെ മറക്കാൻ കഴിയില്ല. 2 തവണ അദ്ദേഹം ഞങ്ങൾക്ക് ഓരോ കോടി രൂപ തന്നു. അദ്ദേഹമാണ് ഈ സ്ഥാപനം തുടങ്ങാൻ എനിക്ക് ശക്തി നൽകിയത്. സ്വർഗം എന്ന വാക്കിന്റെ അർത്ഥം സുഗതി എത്ര തത്ര ഇത് സ്വർഗം എന്നാണ്. നന്മ നിറഞ്ഞ പോക്ക് എവിടെയാണോ സാധ്യമാകുന്നത് അവിടെയാണ് സ്വർഗം. ആ നന്മകളെല്ലാം കൂടി ചേർന്ന ഒരു കൂടാരമാണ് ഇവിടം. ശരിക്കും ഇവിടമാണ് സ്വർഗം. ഇവിടെ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് സിനിമ കാണിക്കാൻ കൊണ്ടുപോകാറുണ്ട്, കുഞ്ഞുങ്ങളെ പാർക്കിൽ കൊണ്ടുപോകാറുണ്ട്, ബീച്ചിൽ കൊണ്ടുപോകാറുണ്ട്, കളക്ട്രേറ്റിൽ കൊണ്ടുപോകാറുണ്ട്, സർക്കാർ ഓഫീസുകളിൽ കൊണ്ടുപോകാറുണ്ട്, മറ്റ് മേഖലകളിലുള്ളവരുമായി ഇടപഴകാനുള്ള സാഹചര്യം ഉണ്ടാക്കാറുണ്ട്. അപ്പം രക്ഷിതാക്കൾക്കും വലിയൊരു ആശ്വാസം, കുഞ്ഞുങ്ങൾക്ക് ഒരു വിശാലമായ ഒരു ലോകത്തേക്ക് അവർക്ക് എത്തിപ്പെടാനും മറ്റുള്ളവരെ പോലെ ഞങ്ങൾക്കും ആൾക്കാരുമായി ഇടപഴകാൻ കഴിയും എന്നുള്ള ഒരു തോന്നൽ അവരിൽ ഉളവാക്കാനൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം മൂലം സാധിച്ചിട്ടുണ്ട്. 2017 സ്കൂൾ ആരംഭിച്ചത്. അന്ന് മുതൽ ഞാനിവിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിന് മുന്നേ SSK വർക്ക് ചെയ്തു. 8-10 വർഷത്തോളം അവിടെ ആയിരുന്നു. അതിനുശേഷം ഇപ്പം 9ാമത്തെ വർഷമാണ് സബർമതി ആരംഭിച്ചിട്ട് ഇതുവരെ ഇവിടാണ്. നമുക്ക് തുടക്കത്തിൽ 15 കുട്ടികളുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 146 അഡ്മിഷനും ഉണ്ട്. അതിനകത്തിൽ 85 കുട്ടികൾ നമുക്ക് സ്ഥിരം വരുന്ന കുട്ടികളാണ്. അത് എല്ലാ ദിവസവും എല്ലാ കുട്ടികളും ഉണ്ടാവാറില്ല. അവിടെ അസുഖങ്ങൾ അല്ല മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുമായിട്ട് 10-60 പേര് മിക്ക ദിവസവും കാണും. പിന്നെ എന്തെങ്കിലും പുറത്ത് ഉത്സവങ്ങളോ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ മാത്രം കുട്ടികളിൽ ചിലപ്പോൾ ഇച്ചിരി കൂടെ കുറയാറുണ്ട്. അല്ലാത്തപ്പോഴെപ്പോഴും നമുക്ക് സ്ട്രെങ്ത് അത്രയൊക്കെ വരാറുണ്ട്.